സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പള്ളിയിലേക്ക് കയറി പോകുമ്പോൾ കുറച്ച് സ്വഹാബികൾ പള്ളിക്കകത്തിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിക്കകത്തേക്ക് കടന്നു പോകുമ്പോൾ കുറച്ച് സ്വഹാബികൾ നമ്മളെ പോലെ കൊച്ചു വർത്താനം പറഞ്ഞിട്ടോ തമാശ കോമഡി പറഞ്ഞിട്ട് ചിരിക്കുകയല്ല. നമ്മൾ ചിരിക്കുന്നത് പോലെ നമുക്ക് പിന്നെ ചിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പള്ളിയാണോ, പള്ളിപ്പറമ്പാണോ, ഖബർസ്ഥാനാണോ, മരണവീടാണോ, ഇൽമിന്റെ മജ്ലിസിലാണോ, പണ്ഡിതന്റെ മുന്നിലാണോ, ഔലിയാക്കന്മാരുടെ മഖ്ബറകൾക്ക് മുന്നിലാണോ നമ്മൾ നോക്കാറില്ല. നമുക്ക് ചിരിക്കാൻ തുടങ്ങിയ വല്ലാത്ത ചിരിയാം. അപ്പൊ സ്വഹാബികൾ അങ്ങനെയല്ല ചിരിച്ചത്. അവരിങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത് അവർ കണ്ടില്ല. അവരിങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എന്തോ പറഞ്ഞുകൊണ്ട് തന്റെ പല്ലുകൾ വെളിയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ചിരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വല്ലാതെ അങ്ങ് വാടി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വല്ലാതെ അങ്ങ് വാടി. പ്രവാചകന്റെ മുഖമൊക്കെ അങ്ങ് ചുമക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഈ പള്ളിക്കകത്തിരുന്നു കൊണ്ട് ഇങ്ങനെ ചിരിക്കാൻ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ചിരിക്കുന്നവരാ, ചിരിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നമ്മളുടെയൊക്കെ മുഖത്ത് വല്ലാത്ത ചിരിയാണ് എപ്പോ നോക്കിയാലും. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാതെ ചിരിച്ചും കളിച്ചും ആസ്വദിച്ചും സുഖിച്ചും ആണും പെണ്ണും പ്രായമുള്ളവനും പ്രായമില്ലാത്തവനും എല്ലാവരും ചിരിച്ചും കളിച്ചും വല്ലാതെ സുഖത്തോടെ തന്റെ ഭാര്യയുടെ കൂടെ തന്റെ മക്കളുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോ പലരും പറയും, പടച്ചവനെ ചിരിച്ചാൽ ആയുസ് കൂടുമെന്നാ പലരും പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പലരും പറയുന്നത് ചിരിച്ചു കഴിഞ്ഞാൽ ആയുസ് കൂടുമെന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് തട്ടിമാറ്റാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് പഠിക്കുന്നവരാ നാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചും കളിച്ചും നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പ്രായം മറന്നുകൊണ്ട് വളരെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ ഭാര്യയുടെ കൂടെ, തന്റെ മക്കളുടെ കൂടെ, കൂടപ്പറപ്പുകളുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ, കുടുംബക്കാരുടെ കൂടെ എപ്പോ നോക്കിയാലും ചിരിച്ചും കളിച്ചും ആസ്വദിച്ചുകൊണ്ട് നടക്കുന്നവരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഞാനൊരു 2 വരിയുള്ള ഒരു ബൈത്ത് പറഞ്ഞു തരാ. കുല്ലും മ്രിഇൻ മുസബ്ബഹും ഫീ അഖിലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. അധികമായിട്ട് ചിരിച്ചും കളിച്ചും സുഖിച്ചും ആസ്വദിച്ചും അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് അത് അടിച്ചു പൊളിക്കാനാണെന്ന് പറഞ്ഞ് ചിരിച്ചു കളിച്ചുകൊണ്ട് നടക്കുന്നവരോട്, മോനെ, ചിരിച്ചും കളിച്ചും ആസ്വദിച്ചും സുഖിച്ചും നടക്കുന്നവരോട് പറയുകയാ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നീ ഒന്ന് നോക്കണേ. നിന്റെ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പിലേക്ക് നീ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണേ. എന്തിനാണ് നോക്കാ പറയുന്നതെന്നറിയുമോ? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, നിന്റെ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു. ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മകത്തുക്കളവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ആർക്കാണ് മരണത്തെ കുറിച്ച് ചിന്തയുള്ളത്? എന്തിനാ ഉസ്താദേ മരണത്തെ കുറിച്ച് വഅദ് പറയുന്നത്? ഇതല്ലാതെ വേറെ വിഷയമൊന്നുമില്ലേ? പള്ളിയിൽ പോയാലും വഅദിന്റെ മജ്ലിസിൽ പോയാലും എവിടെ പോയാലും മരണത്തെ കുറിച്ച് പറയുകയാ. എനിക്കും നിങ്ങൾക്കും മരണത്തിന് വല്ലാത്ത പേടിയാണ്. മരണത്തെ കുറിച്ച് പറയുന്നത് പോലും നമുക്കിഷ്ടമല്ലല്ലോ. മരണ വീട്ടിൽ പോകാൻ നമുക്കിഷ്ടമല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തെ കുറിച്ച് പറയുന്നത് പോലും എനിക്കും നിങ്ങൾക്കും ഇഷ്ടമില്ലാത്ത ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോ ചിരിച്ചും കളിച്ചും നടക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവേ, നിന്റെ സർവ്വ സന്തോഷങ്ങളും, നിന്റെ കുടുംബത്തിന്റെ സന്തോഷങ്ങളും, നിന്റെ ചിരിയും നിന്റെ കളിയും, നിന്റെ സ്വപ്നങ്ങളും നിന്റെ മോഹങ്ങളും നിന്റെ പ്രതീക്ഷകളും മുഴുവനും തകർത്ത് തരിപ്പടമാക്കുന്ന ആ മരണമെന്ന് പറയുന്ന സത്യത്തെക്കുറിച്ച് നീ മറന്നു പോകരുത്. ആ മരണത്തെക്കുറിച്ച് നീ ഓർക്കണേ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, സഹാബാ, നിങ്ങൾ അധികമായിട്ട് ചിരിക്കല്ലേ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ,
അള്ളാന്റെ റസൂൽ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ അധികമായിട്ട് ചിരിക്കല്ലേ, നിങ്ങൾ അധികമായിട്ട് ചിരിക്കല്ലേ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ അധികമായിട്ട് ചിരിക്കരുത്, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ. നിങ്ങൾ അധികമായിട്ട് കരയടേ, നിങ്ങൾ അധികമായിട്ട് കരയടേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് കരയുന്നത്? എനിക്കും നിങ്ങൾക്കും കരയുന്നത് ഇഷ്ടമല്ലല്ലോ, കണ്ണ് നിറയുന്നത് ഇഷ്ടമല്ലല്ലോ. എപ്പോഴും ചിരിച്ചും കളിച്ചും സുഖിച്ചും ആസ്വദിച്ചും നടക്കണമെന്ന് ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ചിരി മുഴുവനും മാഞ്ഞു പോകുമടാ. ഈ കളിയും തമാശകളും മുഴുവനും എല്ലാവരെയും ഒറ്റപ്പെടുത്തിയിട്ട് അല്ലാഹ് കാബിലുള്ള റബാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ ചാരത്തേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. ആ അസ്റായീലിനെ കാണണ്ടേ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. ആ അസ്റായീൽ നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, കാടുമെന്ന്. ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന ഓരോ മനുഷ്യനും, ആണാകട്ടെ പെണ്ണാകട്ടെ, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും പടച്ചവനെ അതാ അസ്റായീലിനെ കാണുമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനല്ലേ പറഞ്ഞത്, ഫകസഫിനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. പടച്ചവനെ, പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്, ആകാശ ലോകത്ത് നിന്ന് അസ്റായീലും തന്റെ അനുയായികളും റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന രംഗമുണ്ടല്ലോ. ഞാനും നിങ്ങളും അല്ലാഹു തന്ന ഈ കണ്ണുകൊണ്ട് അന്ന് മലക്കിനെ കാണുകയാണ്, ഇന്ന് മലക്കിനെ കാണുന്നില്ല. ഇന്ന് ഞാനും നിങ്ങളും മലക്കുകളെ കാണുന്നില്ല. ഈ സദസ്സിന്റെ ചുറ്റുഭാഗം മുഴുവനും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുണ്ടല്ലോ. ഈ മജ്‌ലിസ് മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ് അവര് വന്നതെന്നറിയുമോ? അവരെന്തേ ചെയ്യുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, അല്ലാഹുവിന്റെ മലക്കുകൾ ഈ മജ്‌ലിസ് മുഴുവനും വളയം ചെയ്തിരിക്കുകയാ. അവരെന്തു ചെയ്യുകയാണെന്നറിയുമോ? അവരെന്തിനു വേണ്ടിയാ വന്നതെന്നറിയുമോ? വഅദ കേൾക്കാൻ ദുനിയാവിലെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു വന്ന നിനക്ക് വേണ്ടി ദുആ ചെയ്യാ, നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഈ സദസ്സിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ റഹ്മത്തിന്റെ മാലാഖമാർ ഈ മജ്‌ലിസ് മുഴുവനും വളഞ്ഞു നിൽക്കുകയാ. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. എങ്കിലും നാളെ നമ്മൾ കാണുന്ന ഒരു ദിവസമുണ്ട്. ആകാശ ലോകത്ത് നിന്ന് മലക്ക് ഇങ്ങനെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന രംഗമുണ്ടല്ലോ. എല്ലാവരും അവരവരുടെ കണ്ണുകൊണ്ട് കാണുകയാ. അല്ലാഹുവേ, മലക്കെന്ന് നമ്മളോട് സംസാരിക്കുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളോട് സംസാരിക്കുമല്ലോ. പരസ്പരം നമ്മൾ സംസാരിക്കുന്നത് പോലെ നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളോട് സംസാരിക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വകീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു بالساق إلى ربك يومئذ المساق. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മലക്കുകൾ നമ്മളോട് സംസാരിക്കുകയാ, മലക്കുകൾ നമ്മളോട് സംസാരിക്കുകയാ. ഞാൻ നിന്റെ റൂഹ് പിടിക്കാൻ വന്നതാണ്, നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. പടച്ചവനെ, നീ രക്ഷപ്പെടണമെങ്കിൽ ആരെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളോട് സംസാരിക്കുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തായാലും മരണം നമ്മളെ തേടി വരുമല്ലോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ,
അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് ശുഹദാക്കളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചറപ്പിന്റെ ദീനിനെ വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച അല്ലാഹുവിന്റെ ശുഹദാക്കളുണ്ടല്ലോ, ആ ശുഹദാക്കൾക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ വീടിനകത്തിരുന്ന് കൊണ്ട് ശുഹദാഇന്റെ പ്രതിഫലം കിട്ടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് ശുഹദാഇന് കൊടുക്കുന്ന 7 പ്രതിഫലങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നത് തന്റെ വീടിനകത്തിരുന്ന് കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, നബിയേ യാ റസൂലല്ലാഹ് നബിയേ, ശുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് അങ്ങ് പറയുന്നത് കേട്ട് നബിയേ, പടച്ചവനെ ഞങ്ങൾക്ക് ശുഹദാക്കളുടെ കൂട്ടത്തിൽ പെടാൻ കഴിയില്ലല്ലോ. യുദ്ധക്കളത്തിൽ പോയിട്ട് ആണുങ്ങളെ പോലെ യുദ്ധം ചെയ്ത് ഷഹീദാകാ ഞങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ, ഞങ്ങൾ ബലഹീനരാണല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മുത്തുനബിയേ, ഷഹീദിന്റെ കൂലി കിട്ടാൻ വല്ല വഴിയുമുണ്ടോ നബിയേ? ഷഹീദിന്റെ പ്രതിഫലം കിട്ടാൻ യുദ്ധക്കളത്തിൽ പോയി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ ശുഹദാക്കളുണ്ടല്ലോ, ആ ശുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടാൻ വല്ല വഴിയുമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുക്കുകയാ, നിനക്ക് നാളെ ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടണോ? നിനക്ക് അല്ലാഹുവിന്റെ ശുഹദാക്കളുടെ പ്രതിഫലം നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ ആയിഷ? എല്ലാ ദിവസവും രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ പാതിരാത്രി കിടപ്പറയിൽ പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ്, അല്ലാഹുവേ ഞാൻ മരിച്ചു പോകുമല്ലോ, പടച്ചവനെ ഞാൻ മരിക്കുമല്ലോ, ഒരു ദിവസം ഞാൻ മരിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്തുന്നതിന്റെ ഇടയിൽ ഒരു 10 പ്രാവശ്യം നിങ്ങൾക്ക് മരണത്തെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? പടച്ചവരെ, നിങ്ങൾക്ക് മരണത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ ഷഹീദിന്റെ കൂലിയാണ് ആയിഷ. പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല പറയുന്നത്, പാപങ്ങളെ സഹായിക്കുന്നവന്റെ പ്രതിഫലമല്ല പറയുന്നത്, പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഹാഫിളിന്റെ പ്രതിഫലമല്ല പറയുന്നത്, അതാ ദഅവത്ത് നടത്തുന്ന ഉസ്താദന്മാരുടെ പ്രതിഫലമല്ല പറയുന്നത്, യതീമായ മക്കളെ സഹായിക്കുന്നവരുടെ പ്രതിഫലമല്ല പറയുന്നത്. അല്ലാഹുവേ, ഞാനൊരു ദിവസം മരിക്കുമല്ലോ അല്ലാഹ്, മരണത്തെ കുറിച്ച് ഓർത്താ അവന് നാളെ ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ഈ മജ്ലിസിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ നിങ്ങൾ അധികമായിട്ട് ചിരിക്കല്ലേ സഹാബാ, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കാവൂ, നിങ്ങൾ അധികമായിട്ട് കരയണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞത്, അവിടെന്ന് കരയാനാ പറഞ്ഞത്, അവിടെന്ന് കരയാനാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, അധികമായിട്ട് കരയണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ നമ്മളിൽ ആരാ കരയുന്നത്? നമ്മൾ കരയുന്നത് എപ്പോഴെന്നറിയോ? വീട്ടിലോ കുടുംബത്തിലോ ആരെങ്കിലും മരണപ്പെട്ട വല്ലാത്ത കരച്ചലാ, ലക്ഷങ്ങൾ നഷ്ടപ്പെടുമ്പോ വല്ലാത്ത കരച്ചലാ, ക്യാൻസറോ മാരകമായ രോഗങ്ങൾ വരുമ്പോ വല്ലാത്ത കരച്ചലാ. പടച്ചവനെ, ദുനിയാവിന്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോ നമുക്ക് വല്ലാത്ത കരച്ചലാ. സീരിയൽ കണ്ട് കരയുന്നവരുണ്ടല്ലോ, സിനിമ കണ്ട് കരയുന്നവരുണ്ടല്ലോ, നോവൽ വായിച്ച് കരയുന്നവരുണ്ടല്ലോ, മറ്റുള്ളവര് കരയുന്നത് കണ്ടിട്ട് കരയുന്നവരുണ്ടല്ലോ. ആ കരച്ചിൽ
ആക്സിഡന്റിനെ കുറിച്ചല്ല അള്ളാന്റെ റസൂൽ അവിടെന്ന് പറയുന്നത്. സ്വഹാബാ, നിങ്ങൾ അധികമായിട്ട് കരയണേ സഹാബാ. അവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ കരയാൻ പറയുമ്പോ ഈ മജ്‌ലിസിൽ നിരന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഈ പാവപ്പെട്ടവന് പറയാറുള്ളതെന്തെന്നറിയോ? നിങ്ങൾ 24 മണിക്കൂറും കരയാൻ ഞാൻ പറയുന്നില്ല, 24 മണിക്കൂറും നിങ്ങൾ കരയണമെന്ന് ഞാൻ പറയുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അധികമായിട്ട് കരയാരാ. എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയണേ സഹാബാ. നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയടേ, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയടേ. കരച്ചല് വരുന്നില്ലേ? ഫഇല്ലമ തബ്കൂ ഫതബാകൂ. നിങ്ങൾ കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കടോ, നിങ്ങൾ കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കടോ. പടച്ചവനെ, പരിശുദ്ധമായ റജബ് മാസം, അല്ലാഹുവിന്റെ മാസം, അവിടുന്ന് വിട പറയാനൊരുങ്ങുമ്പോ അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏഴാകാശം കടന്നു പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കടന്നുപോയ രാവാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ രാവാ. മൗലിദ് ഓതിയിട്ട്, റാത്തീബ് ഓതിയിട്ട്, യാസീൻ ഓതി ദുആ ചെയ്തിട്ട് ഈ പരിശുദ്ധമായ രാവിൽ അല്ലാഹുവിന്റെ ദുനിയാവിലെ സ്വർഗ്ഗത്തിലിരിക്കാൻ ഭാഗ്യം കിട്ടിയ മുസ്ലിമേ, ഒന്ന് കരയാൻ പറ്റുമോ? ഇന്ന് മജ്‌ലിസിന്റെ അവസാനം ജീവിതത്തിൽ പടച്ചവരെ, ഇന്ന് മജ്‌ലിസിന്റെ അവസാനമുണ്ടല്ലോ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇത് കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാ. ഇന്നീ മജ്‌ലിസ് അവസാനിക്കുന്നത് പടച്ചവനോട് ദുആ ചെയ്തിട്ടാണ്. കള്ളു കുടിച്ചതും വ്യഭിചരിച്ചതും പരിശുദ്ധനതും നിസ്കരിക്കാത്തതും അല്ലാഹുവിനെ മറന്നുകൊണ്ട് ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായി ഒരുപാട് തെറ്റുകൾ ചെയ്തല്ലോ. ഈ തെറ്റുകൾ ചെയ്തിട്ട് ആ തെറ്റുകൾ മുഴുവനും അല്ലാഹുവിനോട് ഏറ്റുപറയുമ്പോൾ ഇന്ന് ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ലാഹ്, ഇന്നൊരു പുണ്യമായ ദിവസമാ. അല്ലാഹു ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് കരയാൻ കഴിയുമോ? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടവരാണല്ലോ. പടച്ചവനെ, മരണമുണ്ടല്ലോ, ഖബറുണ്ടല്ലോ, പരലോകമുണ്ടല്ലോ, നരകമുണ്ടല്ലോ, ഹിസാബുണ്ടല്ലോ, സിറാത്തുണ്ടല്ലോ, മീസാൻ ഉണ്ടല്ലോ. ഇതൊക്കെ ഓർത്തിട്ട് നിങ്ങൾക്കൊന്ന് കരയാൻ കഴിയുമോ? ആ കരയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലാ യൽജുന്നാർ ബകാ മിൻ ഖസിയത്തില്ലാഹ് ഹത്താ യറുദ്ദുൽ ലബന ഇലൽ റഈ. കരയുമെന്ന് തീരുമാനിച്ചവർക്ക് പടച്ചറപ്പ് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുമല്ലോ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. അതുപോലെ ഞാനും നിങ്ങളും ദുആ ചെയ്യുമ്പോ അല്ലാഹുവിനോട് പറയും, അല്ലാഹ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പടച്ചറപ്പിനോട് ദുആ ചെയ്യുമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തിയല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ,
നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പടച്ചവനോട് ദുആ ചെയ്യുമല്ലോ. നിനക്ക് അല്ലാഹുവേ ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് കരയുമെന്ന് തീരുമാനിച്ച നിനക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, 3000 വർഷക്കാലം അല്ലാഹു കത്തിച്ച നരകമുണ്ടല്ലോ. ആ ഭയാനകമായ നരകത്തിൽ നിന്ന് നിന്നെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തിന്റെ തീയിൽ നിന്ന് പടച്ചവൻ നിന്നെ രക്ഷപ്പെടുത്തുകയാ. ഏതുവരെ എന്നറിയോ? ഒരിക്കലും നീ നരകത്തിൽ കിടക്കൂല. അല്ലാഹു ഒരിക്കലും നിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഒരു ഉദാഹരണം പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഒരു ഉദാഹരണം പറയുകയാ. പടച്ചവനെ, പശുവിനെ പാല് കറക്കുമല്ലോ. പശുവിന്റെ പാല് കറക്കുന്നത് കാണുന്നവരാണല്ലോ. പശുവിന്റെ അകടിൽ നിന്ന് പാലിങ്ങനെ കറന്നിട്ട് അത് പാത്രത്തിൽ ഇങ്ങനെ പിടിക്കുമല്ലോ. ആ പാത്രത്തിൽ വീണ പാലുണ്ടല്ലോ, പിന്നെ ഒരിക്കലും തിരിച്ച് അകടിലേക്ക് കേറി പോകില്ല. ആ പാത്രത്തിൽ വീണ പാലുണ്ടല്ലോ, അത് ഖിയാമത്ത് നാൾ വരെ പടച്ചവനെ ഒരിക്കലും അത് തിരിച്ചു പശുവിന്റെ അകടിലേക്ക് പോകില്ല. ഇതുപോലെയാണ് പടച്ചറപ്പിനെ പുറത്തിട്ട് കരയുന്നവന് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം. അവനെ ഒരിക്കലും നരകത്തിൽ അല്ലാഹു ഇടൂല എന്നാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, നരകമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോടാ ചെറുപ്പക്കാരാ? ഉസ്താദന്മാര് വെറുതെ പറയുന്നതാണെന്ന് പറയല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുമോ? വഖൂദുഹന്നാസു വൽ ഹിജാറ. അതിനകത്തിട്ട് കത്തിക്കുന്ന വിറക് കല്ലാടാ. കല്ലുകളെയും മനുഷ്യരെയും ഇട്ടിട്ടാണ് നരകം കത്തിക്കുന്നത്. നരകം കത്തിക്കുന്നത് കല്ലുകളും മനുഷ്യനെയും ഇട്ടിട്ടാണ് കത്തിക്കുന്നതെന്ന് ഖുർആൻ പറയുമ്പോ, ഈ മിഅ്റാജിന്റെ രാത്രിയല്ലേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജിന്റെ രാത്രിയിൽ പടച്ചവനെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നുകൊണ്ട് അല്ലാഹുവേ ഓരോ ആകാശത്തിന്റെ കവാടങ്ങൾ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ആകാശത്തിന്റെ കവാടങ്ങൾ കിടക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ സ്വീകരിക്കുകയാണ്. എല്ലാ മലക്കുകളുടെ മുഖത്തും വല്ലാത്ത സന്തോഷമാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോട് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബിയെ കാണുമ്പോ എല്ലാവരും വല്ലാത്ത സന്തോഷത്തിലാ. ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ എല്ലാവരും വലിയ സന്തോഷത്തിലാ. പക്ഷേ റസൂലുള്ള നോക്കുമ്പോ ഒരേ ഒരു മലക്ക് തല ഉയർത്തുന്നില്ല, ഒരു മലക്ക് ചിരിക്കുന്നില്ല, ഒരു മലക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഒരേ ഒരു മലക്കിന്റെ മുഖത്തൊരു സന്തോഷവുമില്ല. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി, ആരാ പടച്ചവന്, എന്തുകൊണ്ടാണ് ഈ മലക്ക് ചിരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ മലക്ക് മുഖമുയർത്തി നോക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, ആരാണ് ജിബ്രീൽ? ആ മലക്ക് ചിരിക്കാത്തതെന്തേ ജിബ്രീൽ? യാ റസൂലല്ലാഹ്, അത് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കാണ് നബിയേ. എന്തുകൊണ്ടാണ് മാലിക് എന്ന് പറയുന്ന മലക്ക് ചിരിക്കാത്തതെന്നറിയോ? അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ. ആ നരകം കണ്ടതിന് ശേഷമാണ് മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി പോലും നഷ്ടപ്പെട്ടു പോയതെന്ന് ചരിത്രം അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കളിയല്ലടാ, തമാശയല്ല. ഉസ്താദന്മാര് നിങ്ങളെ പേടിപ്പിക്കാ പറയുന്നതല്ല, ഇതെല്ലാം ഇല്ലാത്തതാണെന്ന് പറയുന്ന യുവത്വേ, എങ്കിലും നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ദിവസമുണ്ടടാ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. വിദ്യാഭ്യാസം കൂടിപ്പോയപ്പോ, അല്ലാഹുവിന്റെ ദീനും ഖുർആനും ഹദീസും ഒക്കെ മറക്കാൻ തുടങ്ങിയപ്പോ, ഇതൊക്കെ ഇല്ലെന്ന് പറയുന്നവരുണ്ടല്ലോ. എങ്കിലും നീ
പറയുന്ന ഒരു ദിവസമുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നാളെ എല്ലാവരും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിൽക്കുമല്ലോ. നമ്മളെല്ലാവരും അള്ളാന്റെ കോടതിയിൽ നിൽക്കുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിന്റെ ചാരത്ത് ചെന്നിട്ട് പറയുന്ന, മാലിക്കേ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. മാലിക് ചോദിക്കുന്നു, ജിബ്രീൽ, എങ്ങനെയാ ജിബ്രീൽ ഈ നരകത്തെ കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് ജിബ്രീൽ? എനിക്കതിന് കഴിയില്ല ജിബ്രീൽ, അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ് മാലിക്. മാലിക് എന്ന് പറയുന്ന മലക്കിനോട് പടന്ന് പറയുമ്പോ നരകത്തിന്റെ ഒരു ഭാഗത്തെ ഇങ്ങനെ ചങ്ങലയിൽ ബന്ധിപ്പിക്കുകയാ. നരകത്തിന്റെ ഒരു ഭാഗത്ത് ചങ്ങലയിൽ ഇങ്ങനെ ബന്ധിപ്പിക്കുകയാണ്. 70,000 ചങ്ങലകളിലാണ് ബന്ധിപ്പിക്കുന്നത്, 70,000 ചങ്ങലകളിലാണ് ബന്ധിപ്പിക്കുന്നത്. എടാ ചെറുപ്പക്കാരാ, ആ ചങ്ങലയുടെ വലുപ്പം അറിയുവോ? ആ ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ, ആ ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ, ആ കൊളുത്ത് ഈ പ്രപഞ്ചത്തിനെക്കാളും വലുതാ. ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിനെക്കാളും വലുപ്പമുള്ളതാണ് ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പമെന്ന് പടന്ന മുത്തുനബി പറയുമ്പോ അവസാനം 70,000 ചങ്ങലകളില് ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള് ഇങ്ങനെ അള്ളാന്റെ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുളൻ വസഫീറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. നരകമില്ലെന്ന് പറഞ്ഞ ചെറുപ്പക്കാരാ, ഇതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞ ചെറുപ്പക്കാരാ, നാളെ അല്ലാഹുവിന്റെ മലക്കുകൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് നരകത്തെ കൊണ്ടുവരുമ്പോ നീ പറയുന്നത് എന്തെന്നറിയോ? റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഉസ്താദന്മാര് പറഞ്ഞു തന്ന നരകത്തെ ഞാൻ കണ്ടു റബ്ബേ, എന്റെ കണ്ണുകൊണ്ട് നരകമ കണ്ടല്ലോ, നരകത്തിന്റെ തീ കണ്ടു റബ്ബേ, നരകത്തിന്റെ വലിപ്പം കണ്ടു റബ്ബേ. വസമിഅനാ, ആ നരകം കടന്ന് അട്ടഹസിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു റബ്ബേ. അതുകൊണ്ട് ഫർജിഅനാ, ഒരവസരം കൂടെ തരുവോ അല്ലാഹ്. നാളെ പരലോകത്ത് വെച്ച് നീ യാചിക്കുമെന്ന് ഖുർആൻ എവിടെന്ന് പറയുമ്പോ കളിയല്ലടാ ചെറുപ്പക്കാരോ. ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്ന സമയത്ത് ഒരു തുള്ളി കണ്ണുനീര്, ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? ലാ യൽജുന്നാറ ബകാ മിൻ ഖസിയത്തില്ലാഹ്. നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാട്, ആ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാട്. അതുകൊണ്ട് കരയണം ചെറുപ്പക്കാരോ, അതുകൊണ്ട് കരയണം പെങ്ങളോ. കരയാ കഴിയുന്നില്ലെങ്കില്, കരയുന്നവരെ പോലെ അഭിനയിക്കാൻ കഴിയുന്നില്ലെങ്കില് ഫഇന്ന അഖിലന്നാരി യബ്കൂ.
അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന നരകവാസികൾ കരയുകയാ, നരകവാസികൾ കരയുകയാ. കരഞ്ഞ് കരഞ്ഞവരുടെ മുഖത്തുകൂടെ ചാലുകൾ കാണാ. അല്ലാഹുവേ, അവരുടെ മുഖത്തിങ്ങനെ ചാലുകൾ കാണാ, കണ്ണുനീര് ഒഴുകിയതിന്റെ അടയാള് പടച്ചവരെ ചാലുകൾ കാണാ. അങ്ങനെ അവര് നരകത്തിൽ കിടന്ന് കരയുകയാ. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞവരുടെ കണ്ണുനീര് തീർന്നാൽ സുമ്മയസീലു ദിമാ, പിന്നെ ഒഴുകുന്നത് രക്തമാ, പിന്നെ ഒഴുകുന്നത് രക്തമാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവര് അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, കരഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ലാ യലിജുന്നാർ ബകാമിന ഖസിയത്തില്ലാഹ്. അല്ലാഹു നിന്നെ നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, കരഞ്ഞാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താണ്? സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി വറജുലുൻ ദക്കറല്ലാഹു ഖലിയാ ഫഫാലത് ഐനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്നവര് മുഴുവനും ഒരു ദിവസം മരണപ്പെടുമല്ലോ. പടച്ചവനെ, സുള്ളിയിലെ പള്ളിയിലെ പള്ളിപ്പറമ്പില് നമ്മളെ കൊണ്ടുപോയി എല്ലാവരെയും കബറടക്കുമല്ലോ. എല്ലാവരും പള്ളിപ്പറമ്പിലെ കബറിനടിയിലെത്തുമല്ലോ. അവസാന ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മൂതുമ്പോ കബറിനകത്തു നിന്ന് എഴുന്നേറ്റ് വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പടച്ചവനെ, എങ്ങനെയൊക്കെ കുളിപ്പിച്ച് പുതിയ പടയെ പോലെ, പുതിയ പെണ്ണിനെ പോലെ നല്ല പുതിയ വസ്ത്രവും സുഗന്ധവും തേച്ച് പള്ളിപ്പറമ്പിലെ കബറിനകത്ത് കൊണ്ടുപോയി കുടിച്ചിട്ടാൽ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെ എഴുന്നേറ്റ് വരുന്നത് പല പല കോലങ്ങളിലാണ്. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, പട്ടിയുടെയും പന്നിയുടെയും കോലത്തിന് വരുന്നവർ. പടച്ചവരെ, ഇങ്ങനെ പല പല വിഭാഗങ്ങളായിട്ട് നാളെ പരലോകത്തേക്ക് കടന്നു വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെമ്പിന്റെ തറയിലാടാ, ഉടുതുണിയില്ലടാ ചെറുപ്പക്കാരാ. എല്ലാവരും നഗ്നരായിട്ടാണ് കടന്നു വരുന്നത്. ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ആണും പെണ്ണും വസ്ത്രങ്ങളില്ലാതെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് മുത്തുനബി പറയുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, പരസ്പരം ഔറത്ത് കാണില്ലേ നബിയേ? ആടുകളും പെണ്ണുങ്ങളും ഔറത്ത് മറക്കാതെ നടന്നു പോയാൽ അവര് പരസ്പരം ഔറത്ത് കാണില്ലേ? അതൊക്കെ ദുനിയാവിലാടാ ചെറുപ്പക്കാരോ. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വസ്ത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തുറന്നാൽ അതുപോലും പടച്ചവനെ കാണാൻ ആഗ്രഹിക്കുന്ന യുവത്തവേ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു, ആയിഷ, അന്നതിനാർക്കും ധൈര്യമില്ല ആയിഷ. 18 വയസ്സുള്ള സുന്ദരിയായ പെണ്ണ് ഒരു നൂൽബന്ധം പോലുമില്ലാതെ നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ ഒന്ന് തല ഉയർത്തിയിട്ട് നോക്കാൻ നിനക്ക് ധൈര്യമില്ലാത്ത ദിവസമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചൂട് സഹിക്കാൻ കഴിയാതെ വിയർക്കുന്നല്ലോ. ഇവിടെ ഇരുന്നിട്ട് വിയർക്കുകയാണ്. എന്തൊരു ചൂടാവുസ്താദ്, എന്തൊരു ചൂടാവുസ്താദ്. ഇതൊന്നും ഒരു ചൂടല്ലടാ ചെറുപ്പക്കാരാ. ഉടുതുടിയില്ലാതെ ചെമ്പിന്റെ തറയിൽ നീ നിൽക്കുമ്പോ
ഒരു ചാട് മുകളില്, നിന്റെ തലയുടെ മുകളിൽ ഒരു ചാട് മുകളില്, ഈ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചറപ്പിന്റെ സൂര്യനുണ്ടല്ലോ, അന്ന് നീ ചെമ്പിന്റെ തറയിൽ ഒരു തുണിയില്ലാതെ നിൽക്കുമ്പോ ഒരു ചാട് മുകളിൽ കൈ ഉയർത്തിയാ തട്ടുന്ന രീതിയില് ആ സൂര്യൻ നിന്റെ തലയുടെ മുകളിൽ വന്നു നിൽക്കുന്ന ദിവസത്തെ കുറിച്ച് ഓർക്കാത്തതെന്താ? ഭയാനകമായ ദിവസമല്ലേ? ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വണ്ടോസ വണ്ടിയുമായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈളാ. സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂളാ. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോളാ. മുനിയതാ കാളവണ്ടിക്കകത്ത് ഇങ്ങനെ സാധനങ്ങൾ വലിച്ചു കൊണ്ടുവരുന്ന കാളയുണ്ടല്ലോ, അതിന്റെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ വീഴുമല്ലോ. ഇതുപോലെയാ നാളെ പരലോകത്ത് നീ വരുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഗ്യാസിന്റെ മുകളിൽ, തീയുടെ മുകളിൽ ചോറ് വെക്കുമല്ലോ, ആ ചോറ് വെള്ളത്തിന്റെ അകത്ത് കിടന്ന് തിളച്ചു മറിയുമ്പോ നീ ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ. എങ്കിലും പെങ്ങളെ, അള്ളാന്റെ പരലോകത്ത് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചു മറിയുകയാ. മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസമുണ്ടടി പൊന്നുമോളെ. ഇതൊക്കെ കള്ളമല്ലല്ലോ, ഇതൊന്നും തമാശയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ആ ഭയാനകമായ ദിവസത്തില് ചെമ്പിന്റെ തറയിൽ പേടിച്ച് വിറച്ചുകൊണ്ട് യാ വൈലത്താ യാ ഹസ്റത്താ, എന്റെ നാശമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. നഫ്സി 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 നഫ്സിയാ. എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്ന പരലോകമുണ്ടല്ലോ, ആ പരലോകത്ത് ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. ആ തണൽ എവിടെയെന്നറിയോ? ഈ ലോകത്തിന്റെ അധിപനായ, പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ, മലിക്കുൽ ജബ്ബാറായ, സർവാധിനാഥനായ, സർവാധിപരനായ എന്റെയും നിന്റെയും പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയാ. ആ സിംഹാസനത്തിന്റെ താഴെയാടൊരു തണലുള്ളത്. ആ അവിടെയല്ലാതെ വേറെ ഒരു തണലില്ല. അന്ന് പടച്ച റബ്ബിന്റെ പരലോകത്ത് കോടാനി കോടാനി കോടി ജനങ്ങള്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും സുലൈമാൻ നബിയും യഹ്യാ നബിയും സക്കരിയാ നബിയും പടച്ചവനെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീകള്, അവരുടെ അനുയായികള് എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോ അല്ലാഹു വിളിക്കുകയാണ്, അല്ലാഹു വിളിക്കുകയാണ്. അല്ലാഹു 7 വിഭാഗം ആൾക്കാരെ വിളിക്കുകയാണ്. അതിലെ ഒരു വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വറജുലുൻ ദക്കറല്ലാഹു ഖാലിയാ വഫാലത് ഐനാ. ഈ കൈപൊക്കിയവരാ, ഈ മജ്ലിസിൽ ഇരുന്നിട്ട് കൈപൊക്കിയവരാ, ഈ മജ്ലിസിൽ ഇരുന്നിട്ട് കരയുമെന്ന് തീരുമാനിച്ചവര്, അല്ലാഹു നിന്നെ മറക്കൂല, അല്ലാഹു നിന്നെ മറക്കൂല. പടച്ചവൻ അങ്ങനെയുള്ളവനല്ല. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നീ നിൽക്കുമ്പോ നെഞ്ചു വിരിച്ചിട്ടും കൈപൊക്കാൻ പോലും മനസ്സില്ലാതെ ഞാനാണ് വലിയവനെന്ന് കരുതിയിട്ട് നെഞ്ചു വിരിച്ചിരുന്നവന്മാര് മുഴുവനും നാളെ തലതാറ്റി പിടിച്ചിട്ട് പരലോകത്ത് കിടന്ന് നിലവിളിക്കുമ്പോ പാവപ്പെട്ടവനായ കൂലിപ്പണി ചെയ്യുന്ന പടച്ചവനെ കുടുംബത്തെ പോറ്റാ കഷ്ടപ്പെടുന്നവര് നാളെ പടച്ചുറപ്പ് നിന്നെ വിളിക്കുകയാണ്.
അല്ലാഹു വിളിക്കുന്നു, വാ മനുഷ്യ, നീ എന്റെ അടുക്കലേക്ക് വാ, നീ എന്റെ അടുക്കലേക്ക് വാ. നീ കരഞ്ഞവനല്ലേ, എന്നെ പേടിച്ചവനല്ലേ, എന്നെ പുറത്തിട്ട് കരഞ്ഞവനല്ലേ, ചെയ്തു പോയ പാപങ്ങൾ എന്നെ പേടിച്ചിട്ട് എന്നോട് ഏറ്റു പറഞ്ഞവനല്ലേ, ഞാൻ റബ്ബാണെന്നും നീ അടിമയാണെന്ന് അംഗീകരിച്ചവനല്ലേ, നീ എന്റെ അടുക്കലേക്ക് വാ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിച്ചിട്ട് VIP പോലെ അല്ലാഹു തന്റെ സിംഹാസനത്തിന്റെ താഴെ നിനക്കൊരു ഇടം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, ഇനി ഇതിനെക്കാളും എന്ത് പ്രതിഫലമാവേണ്ടത്, നിങ്ങൾക്ക് ഇതിനെക്കാളും എന്ത് പ്രതിഫലമാവേണ്ടത്? ആ പരലോകത്ത് അർശിന്റെ താഴെ 7 വിഭാഗമാ. 7 വിഭാഗത്തിനാണ് അല്ലാഹു അർശിന്റെ താഴ്ഭാഗം കൊടുക്കുന്നത്. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞവരാ, അല്ലാഹുവിന്റെ ശിക്ഷ ഓർത്ത് കരഞ്ഞവരാ, അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുന്നതോർത്ത് കരഞ്ഞവരാ. ആ കരഞ്ഞവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം ഇതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, ആ പരലോകത്ത് രക്ഷപ്പെടണമല്ലോ, ആ പരലോകത്ത് രക്ഷപ്പെടണമല്ലോ. ആ പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴിയല്ലേ പറയുന്നത്. പലരും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കരയുമല്ലോ, രോഗം വന്നതിന്റെ പേരിൽ കരയുന്നവരുണ്ടല്ലോ. പടച്ചവനെ, ഒരുപാട് സഹോദരങ്ങളെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തല്ലോ. ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടില് ഒരു വാപ്പ തന്റെ പൊന്നുമകനെ കൊണ്ടുവന്ന് ചാരത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ പൊന്നുമകന്റെ തലയിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, ദുആ ചെയ്യടേ, അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. പടച്ചവനെ, ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാ. 40 വയസ്സുള്ളവന്റെ കഥയല്ല, 4 വയസ്സുള്ള കുഞ്ഞിന് ഇൻസുലിൻ എടുക്കുന്ന രീതിയിൽ ഉസ്താദേ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. 450 അതിങ്ങനെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാ. ഒരു പിതാവ് കരഞ്ഞുകൊണ്ട് പറയുകയാ, ശിഫ കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്തിനു വേണ്ടി എന്നറിയോ? ഒരു പാവപ്പെട്ടവന്, ഒരു പാവപ്പെട്ട 3 യതീമായ മക്കളുണ്ടല്ലോ, അവർക്കൊരു വീട് വെക്കുന്നതിന് വേണ്ടി 10 സെന്റ് ജാഗ ഒരു മനുഷ്യൻ കൊടുത്തിരിക്കുകയാണ്. പാവപ്പെട്ട 3 യതീമായ മക്കളുണ്ടല്ലോ, അവർക്ക് മഴ പെയ്യുന്ന സമയത്ത് കൊട്ടാരം വേണ്ട, AC റൂം വേണ്ട, 3 അടുക്കള വേണ്ട, അറ്റാച്ച്ഡ് ബാത്റൂം വേണ്ട, കാറ് പാർക്ക് ചെയ്യാ സ്ഥലം വേണ്ട, മഴ പെയ്യുമ്പോ നനയാതെ കിടക്കാൻ ഒരു കൂര പണിയുന്നതിന് വേണ്ടിയോ അതാ സംഘാടകർ ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അസ്സദഖത്തുറത്തുൽ ബലാ, സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന, സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന. അതുകൊണ്ട് സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. കണ്ടില്ലെന്ന് നടിക്കല്ലേ, ഉറക്കം നടിക്കല്ലേ, തലകുനിച്ചിരിക്കല്ലേ, കൈകെട്ടിയിരിക്കല്ലേ. അല്ലാഹു നിനക്ക് തരുന്നൊരവസരമാണ്. റജബ് 27 പടച്ചറപ്പ് നിനക്ക് തരുന്ന ഒരവസരമാ. ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ കണ്ണുനീരൊപ്പുവാൻ ആർക്കാ പ്രയോജനം? നിനക്കാടാ പ്രയോജനം. ക്യാൻസർ മാറുമല്ലോ, ട്യൂമർ മാറുമല്ലോ, കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗം മാറുമല്ലോ. അല്ലാഹു നിനക്ക് തരാനിരിക്കുന്ന അപകടങ്ങളെ തട്ടിമാറ്റാൻ പറ്റുമല്ലോ. പടച്ചവരെ, അതാ പെട്ടെന്നുണ്ടാകുന്ന മരണത്തെ തട്ടിമാറ്റാൻ കഴിയുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ലക്ഷങ്ങൾ കൊടുത്താ മാറാത്ത രോഗങ്ങളിൽ നിന്ന് നീ കൊടുക്കുന്ന ഒരു ചെറിയ സദക്ക കൊണ്ട് പടച്ചറപ്പ് നിന്നെ രക്ഷപ്പെടുത്തുമെങ്കിലോ അതല്ലേ സഹോദരാ വേണ്ടത്. സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാ. എല്ലാവരും ഒരു സദക്ക എടുക്കൂ, എല്ലാവരും ഒരു സദക്ക എടുക്കൂ. അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവിനോട് പറയണം, അല്ലാ എന്റെ ശരീരത്തെ അറുത്തു മുറിക്കല്ലേ അല്ലാ. ക്യാൻസർ പോലെ, ട്യൂമർ പോലെ
ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കള് ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ എന്ന നിയ്യത്തോടെ ഒരു സദഖ എടുത്തു. സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാ. എല്ലാവരും ഒരു സദഖ ചെയ്യൂ. കാരുണ്യവാനായ അല്ലാ, ദയാലുവായ അല്ലാ, മാലിക്കായ അല്ലാ, സദഖ കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. സദഖ കൊടുക്കാനുള്ള മനസ്സ് നീ കൊടുക്കണേ അല്ലാ. അതിനേക്കാളും വലിയ ഭാഗ്യമില്ല. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖത്തറത്താനി അഹബ്ബു ഇലല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളുണ്ട്. ഇഷ്ടപ്പെടുന്നത് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പാട് എന്നെയും നിന്നെയും സൃഷ്ടിച്ച അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ട് തുള്ളികളാ. ആ രണ്ട് തുള്ളികളിൽ ഒരു തുള്ളി ഏതെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, ഖത്റത്തു ദുമൂഇ മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന രണ്ട് തുള്ളികൾ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ഒന്നാമത്തെ തുള്ളി ഏതെന്നറിയുമോ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധക്കളങ്ങളിൽ പോയി പോരാടി വീരമൃത്യം വരിക്കുന്ന ശുഹദാക്കളുണ്ടല്ലോ. അതാ സയ്യിദ് ശുഹദാഇ ഹംസ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, ബദറിലും ഉഹദിലും ഹംദക്കിലും ഖൈബറിലും തബൂക്കിലുമല്ല അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. ആ ശുഹദാക്കളുടെ ശരീരത്ത് നിന്ന് താഴേക്ക് വീഴുന്ന രക്തത്തുള്ളിയുണ്ടല്ലോ, പടച്ചവനെ, അതല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. അത് വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിസാരമല്ലടാ. പടച്ചവനെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടുന്ന ശുഹദാക്കളുണ്ടല്ലോ, പടച്ചവനെ, അവരുടെ ശരീരത്ത് നിന്ന് താഴേക്ക് വീഴുന്ന രക്തത്തുള്ളിയുണ്ടല്ലോ, അവരെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാണ്. അള്ളാന്റെ സഹാബത്താരാ, അള്ളാന്റെ റസൂലിന്റെ സഹാബത്താരാ, ശുഹദാക്കളാരാ, അവരെ കുറിച്ച് പഠിക്കണം ചെറുപ്പക്കാരാ. അവര് പേടിയില്ലാത്തവരാ, അവര് ദുആ ചെയ്തിട്ട് പോകുന്നവരാ. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, നിനക്കറിയുമോ ചെറുപ്പക്കാരാ, ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, രാവിലെ സുബഹി കഴിഞ്ഞ യുദ്ധത്തിന് പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരുങ്ങാൻ പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. കൂട്ടുകാരന്റെ വീട്ടിൽ പാതിരാത്രി കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ കൂടെയും ഇറങ്ങി വരാറ്, എന്റെ കൂടെയും ഇറങ്ങി വരാറ്. പാതിരാത്രി വീട്ടിൽ പോയി വിളിച്ചിറക്കുകയാ. എന്തിനു വേണ്ടി എന്നറിയുമോ? കള്ളു കുടിക്കാ പോകാറല്ല, കഞ്ചാവടിക്കാ പോകാറല്ല, മയക്കുമരുന്നടിക്കാ പോകാറല്ല, കൊട്ടേഷൻ സംഘത്തെ പോലെ തല്ലാ പോകാറല്ല, പിടിച്ചു പറിക്കാ പോകാറല്ല. എവിടെയെങ്കിലും പോയിരുന്ന പാവങ്ങളെ കുറിച്ച്, പാവപ്പെട്ട പെൺകുട്ടികളെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കാറല്ല. പാതിരാത്രി വീടിനകത്ത് കിടന്നുറങ്ങുന്ന കൂട്ടുകാരനെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒന്നുപെടുത്തു. എന്നിട്ട് പടച്ചവനെ 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. എന്നിട്ട് കൂട്ടുകാരൻ പറയുകയാ, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നാളെ രാവിലെ യുദ്ധക്കളത്തിലേക്ക് പോകുകയാ. നിനക്കെന്താ വേണ്ടത്? ദുആ ചെയ്യൂ. നിനക്കെന്താ വേണ്ടത്? ദുആ ചെയ്യൂ. അവിടെന്ന് കൂട്ടുകാരൻ ദുആ ചെയ്യുന്നു, അല്ലാഹ്, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുകയാണ് റബ്ബേ. ഏറ്റവും നല്ല ആരോഗ്യവാനായ ഒരു ശത്രുവിനെ എനിക്ക് തരണം പടച്ചവരെ. എനിക്കവനെ വധിക്കണം തമ്പുരാര്. എന്നിട്ട് എനിക്ക് ജീവനോടെ തിരിച്ചു വരണം തമ്പുരാര്. പാതിരാത്രി കൂട്ടുകാരൻ ദുആ ചെയ്യുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് തങ്ങൾ ചോദിച്ചു, ദുആ ചെയ്ത് കഴിഞ്ഞോ?
പിരിഞ്ഞോ, ഇനി നീ എനിക്ക് ആമീൻ പറയണം, ഇനി നീ എനിക്ക് ആമീൻ പറയണം. എന്നിട്ട് ദുആ ചെയ്തത് എന്തെന്നറിയോ? നാളെ യുദ്ധക്കളത്തിലേക്ക് കടന്നു പോകുമ്പോ എന്നെക്കാളും ആരോഗ്യമുള്ള എന്നെക്കാളും യോദ്ധാവായ വളരെ ക്രൂരനായ പടച്ചവനെ വളരെ ക്രൂരനായ ഒരു എതിരാളിയെ എനിക്ക് തരണേ അല്ലാ. അവനെന്റെ കൈവെട്ടി മുറിക്കണേ അല്ലാ, അവനെന്റെ കാലുവെട്ടി മുറിക്കണേ അല്ലാ, അവനെന്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി മുറിക്കണേ അല്ലാ, അവനെന്റെ ചെവി മുറിച്ചിട്ട് കെട്ടി തൂക്കിയിടണേ അല്ലാ. ഒരു സ്വഹാബി ദുആ ചെയ്യുകയാ, പടച്ചവനെ എന്നെ യുദ്ധക്കളത്തിലിട്ടവന് വെട്ടി നുറുക്കണം പടച്ചവനെ, അവൻ ക്രൂരനായിരിക്കണം പടച്ചവരെ, അവൻ എന്റെ മൂക്ക് വെട്ടി മുറിക്കണം പടച്ചവരെ, അവൻ എന്റെ ചെവി മുറിച്ചെടുക്കണം പടച്ചവരെ. പാതിരാത്രി ഇരുന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ കൂട്ടുകാരൻ ആമീൻ പറയുകയാ. ഇത് നിനക്ക് തിരിയില്ലടാ. വൈകുന്നേരം വീട്ടിൽ നിന്നിറങ്ങി ഏതെങ്കിലും ഒരു കലങ്ങിന്റെയോ റോഡ് സൈഡിൽ പോയിരുന്ന് കഞ്ചാവടിക്കുന്ന മയക്കുമരുന്നടിക്കുന്ന കൂട്ടുകാരാ, ഇത് പറഞ്ഞാ നിനക്ക് തിരിയില്ലടാ, ഇത് പറഞ്ഞാ നിനക്ക് തിരിയില്ല. ഒരു പിതാവ് പറഞ്ഞു, ഉസ്താദേ ഇന്നത്തെ വഴുതനകത്ത് രണ്ട് കാര്യമാണ് പറയേണ്ടത്. ഒന്ന് മയക്കുമരുന്നിനെ കുറിച്ച് പറയണേ. എങ്ങനെ പറയാനാവാ? അത് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ലല്ലോ, അത് പറഞ്ഞാ പലർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. ലാ സലാസത്തുല്ലാ യദ്ഖുലൂനൽ ജന്ന. ലോകത്തിന്റെ നേതാവ് പറഞ്ഞതെന്തെന്നറിയോ? സലാസത്തുല്ലാ യദ്ഖുലൂനൽ ജന്ന. ഒരിക്കലും സ്വർഗത്തിൽ കടക്കാത്ത മൂന്ന് വിഭാഗത്തെ കുറിച്ച് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ. ആരെന്നറിയോ? പേടിക്കണമടാ ചെറുപ്പക്കാരാ, പേടിക്കണമടാ പൊന്നുമോനെ. നീ നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ കടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കള്ളു കുടിച്ചവനോട് സലാം പറയാൻ പാടില്ലല്ലോ, കള്ളു കുടിച്ചവനും മരിച്ചാ കാണാ പോകാൻ പാടില്ലല്ലോ. ഇങ്ങനെ പരിശുദ്ധമായ ദീനവിടുന്ന് പഠിപ്പിക്കുമ്പോ നീ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതെന്തേ ചെറുപ്പക്കാരാ? ഞാൻ പറഞ്ഞു വന്നത് ഒരു ഷഹീദിന്റെ മഹത്വവാ. അവസാനം അവിടുന്ന് പാതിരാത്രി ദുആ ചെയ്തു രണ്ട് കൂട്ടുകാരും പിരിഞ്ഞു. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞപ്പോ സ്വഹാബി ഓടുകയാ. എന്തിനാണ് ഓടിയതെന്നറിയോ? ഇന്നലെ രാത്രിയിലെ ദുആ അല്ലാഹു സ്വീകരിച്ചോ. ഇന്നലെ രണ്ട് കൂട്ടുകാര് ദുആ ചെയ്തല്ലോ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാൻ ഓടുമ്പോ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. കൈകാല് മുറിച്ചിട്ടുണ്ട്, ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ചിട്ടുണ്ട്, ചെവി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. എന്തൊരു സന്തോഷമെന്നറിയോ, എന്തൊരു സന്തോഷമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഷഹീദായ ശുഹദാക്കൾ ഉണ്ടല്ലോ, ആ ശുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തമുണ്ടല്ലോ, അത് അല്ലാഹു വല്ലാത്ത ഇഷ്ടമാ, അത് അല്ലാഹു വല്ലാത്ത ഇഷ്ടമാ. പിന്നെ ഒരു തുള്ളിയുണ്ട്, പിന്നെ ഒരു തുള്ളിയുണ്ട്. ഏത് തുള്ളി എന്നറിയുമോ? ഖത്റത്തു ദുമൂഇ മിൻ ഖശിയത്തില്ലാ. അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണുനീരുണ്ടല്ലോ. ഇന്ന് കരയാമെന്ന് തീരുമാനിച്ചില്ലേ? ഈ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീടാ. അതല്ലാഹുവിനെ
വല്ലാത്ത ഇഷ്ടവാ. അത് അല്ല ഇഷ്ടപ്പെടുന്ന കണ്ണുനീരാ. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് റബ്ബേ ഒരുപാട് തെറ്റ് ചെയ്തല്ലോ, ഒരുപാട് പാപം ചെയ്തല്ലോ. 20 വയസ്സുള്ള ഞാൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടല്ലോ. 50 വയസ്സുള്ള എന്റെ വാപ്പ ഒരു വീടി പോലും വലിക്കാത്ത മനുഷ്യരാ. ആ വാപ്പയുടെ മകനായ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാട്. എന്റെ ഉമ്മ 25, എന്റെ ഉമ്മ 30, 40 വയസ്സുള്ളവളാട്. ഉമ്മ ഇന്ന് വരെ വ്യഭിചരിച്ചിട്ടില്ലല്ലോ. 20 വയസ്സെത്തുന്നതിന് മുമ്പ് ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ടല്ലോ. അല്ലാ, എന്റെ വാപ്പ ഇന്ന് വരെ എനിക്ക് പട്ടിണി കിടന്നാലും ഹറാമ് തിന്നാൻ തന്നിട്ടില്ല. പടച്ചവനെ ഞാൻ തിന്നിട്ടുണ്ടല്ലോ. അല്ലാ, പ്രായം ചെന്ന് എന്റെ വാപ്പയുടെ വാപ്പ വരെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരോഗ്യമുള്ള ഞാൻ പള്ളിയുടെ മുന്നിലൂടെ പോയാൽ പള്ളിക്കകത്ത് കയറി നിസ്കരിക്കത്തില്ലല്ലോ. അല്ലാ, പടച്ചവനെ എനിക്ക് വേണ്ടി രക്തം വിയർപ്പാക്കി അധ്വാനിച്ചിട്ട് എന്റെ ഉപ്പ എനിക്ക് കഷ്ടപ്പെട്ട് പൈസ തരുന്നുണ്ട്, എനിക്ക് വസ്ത്രം വാങ്ങി തരുന്നുണ്ട്, എനിക്ക് ഭക്ഷണം വാങ്ങി തരുന്നുണ്ട്. ഉപ്പ ചോദിക്കുന്നു, മോളെ നിനക്കെന്ത് വേണമെങ്കിലും എന്നോട് പറ മോളെ, ഞാൻ നിനക്ക് വാങ്ങിത്തരാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ പൊന്നുപോലെ നോക്കുന്ന വാപ്പ. ആ പൊന്നുമോള് ഫർദയും ധരിച്ച് സ്കൂളിലേക്ക് പോയാ, കോളേജിലേക്ക് പോയാ, വഞ്ചിക്കുകയല്ലേ, ചതിക്കുകയല്ലേ, പറ്റിക്കുകയല്ലേ, അള്ളാന്റെ ദീനിനെ നാണം കെടുത്തുകയല്ലേ. പേടിക്കണം പെങ്ങള്, പേടിക്കണം പെങ്ങള്. ഹിജാബൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാലവാ. ഹിജാബ് ധരിക്കുന്നത് നല്ലതാണ്, ഹിജാബ് ധരിക്കുന്നത് നല്ലതാ. ഒരു സ്വാലിഹത്തായ പെണ്ണ് ഹിജാബ് ധരിക്കണമെന്ന് അള്ളയല്ലേ പറഞ്ഞത്. പക്ഷേ ആ ഹിജാബ് മാത്രം പോരാ മോളെ. നാട്ടുകാരുടെ മുന്നിൽ ഹിജാബ് ധരിച്ചിട്ട് കാര്യമില്ല, ഉള്ള നന്നാകണം പെങ്ങളെ. മംഗലാപുരത്തിന്റെ മാടുകളിൽ ഫർദയും ഹിജാബും ധരിച്ച പെണ്ണുങ്ങളെ കാണാ. പടച്ചറപ്പേ, സ്കൂളിൽ നിന്നിറങ്ങി പോകുന്ന പെൺകുട്ടികളെ കാണാ. കൂട്ടുകാരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഫർദ ധരിച്ച പെങ്ങള് അവന്റെ കൂടെ പറപ്പല്ല, അവളുടെ സഹോദരനല്ല. അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുന്നു, പേടിക്കണം പെണ്ണ്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നല്ലോ. എന്റെ ചെറുപ്പക്കാരാ, കള്ള് കുടിക്കുന്നതാരും അറിയുന്നില്ല. കള്ള് കുടിച്ചാൽ കൂട്ടുകാരൻ പറയും മണം പിടിക്കുമടാ, അതിന്റെ ദുർഗന്ധമടിക്കും, നിന്നെ പിടിക്കും. അതുകൊണ്ട് കള്ളു വേണ്ട, കഞ്ചാവ് മതി, മയക്കുമരുന്ന് മതി. എന്റെ ചെറുപ്പക്കാരാ, ഒന്നോർത്തു വെച്ചോ, ഒന്നോർത്തു വെച്ചോ. മദീനത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളക്കകത്ത് കിടക്കുന്ന സ്വഹാബിയ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഉമർ എന്നറിയോ? ഉമറിന്റെ ജീവിതം അറിയണമെങ്കിൽ നീ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. ആ ഉമറാണ് പറയുന്നത്, ആ ഉമർ നിങ്ങളാണ് പറയുന്നത്. ഒരു തെറ്റ് ചെയ്തു രക്ഷപ്പെട്ടു, രണ്ടാമതും ചെയ്തു രക്ഷപ്പെട്ടു, മൂന്നാമതും ചെയ്തു രക്ഷപ്പെട്ടു. എങ്കിലെ ചെറുപ്പക്കാരാ, നിന്റെ കഴിവ് കൊണ്ടല്ല രക്ഷപ്പെട്ടത്. എന്റെ വാഴ കേൾക്കാൻ കടന്നു വന്ന പെങ്ങള്, നിന്റെ കഴിവ് കൊണ്ടല്ല രക്ഷപ്പെട്ടത്. അല്ലാഹു കരുണ കാണിച്ചതാ. നാണം കെടുത്തണ്ട എന്ന് വിചാരിച്ചട്ടാ, നിന്റെ പ്രിയപ്പെട്ട മക്കളെ ഓർത്തിട്ടാ. 3 കഴിഞ്ഞാൽ, 3 കഴിഞ്ഞാൽ പേടിക്കണമടാ, പേടിക്കണം വാപ്പാ. ഏത് നിമിഷവും അല്ലാഹു നിന്നെ നാണം കെടുത്തുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, അതുകൊണ്ട് ഞാൻ പറയുകയാ, ഇന്നിവിടെ ഇരുന്ന് കരയാൻ പറ്റുമെങ്കിൽ കരയൂ, അല്ലെങ്കിൽ വഅദകടിന്ന് വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി നാളെ രാവിലെ നോമ്പ് പിടിക്കാൻ എഴുന്നേക്കുമല്ലോ.
ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആ സുബഹിക്ക് മുമ്പ് എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് നിസ്കാരപ്പായിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ലൈറ്റ് അണച്ച് റൂമിനകത്തിരുന്നിട്ട് ചിന്തിക്കണമല്ലോ, അല്ലാഹുവേ ഒരുപാട് പാപം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ റബ്ബേ, എങ്ങനെ രക്ഷപ്പെടുമല്ലോ, എങ്ങനെ രക്ഷപ്പെടുമല്ലോ, നിന്റെ മുന്നിൽ വന്ന് നിൽക്കണമല്ലോ, നാളെ പരലോകത്ത് നിന്റെ മുന്നിൽ വരുമല്ലോ, ചിരിക്കുന്ന കാലനക്കാൻ പറ്റാത്ത ദിവസമാണല്ലോ, നിന്റെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കുമ്പോ എന്തു പറയുമല്ലോ, എന്തു പറയുമല്ലോ, ഞാനവിടെ നാണം കെടുവല്ലോ അല്ല, ഞാൻ നരകത്തിന്റെ അവകാശിയാകുമല്ലോ അല്ല എന്നോർത്തുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണാ രക്ഷപ്പെട്ടു വാപ്പാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രക്ഷപ്പെടും മോനെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ണുനീരാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികളിൽ ഒരു തുള്ളി എന്തെന്നറിയുമോ? ദുമൂഅ്മിൻ ഖസിയത്തില്ലാ, അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുനീര് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ളതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4ാമത്തെ പ്രതിഫലം എന്താ? കരയുമെന്ന് തീരുമാനിച്ചവര് ഇതുകൂടെ കേട്ടിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഇന്നി റഅയ്തുൽ ബാരിഹ തഅജ്ജുബൻ റഅയ്തു റജുലൻ മിൻ ഉമ്മതി ഖദ് ഉൽഖിയ في النار فجاءت دمعة وأحد بيده أهل الجنة. ഇതുകൂടെ കേട്ടിട്ട് തീരുമാനിക്ക്, കരയണോ വേണ്ടയോ? ഇത് കേട്ടിട്ട് തീരുമാനിക്ക് സഹോദരാ, സഹോദരി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നമ്മൾ എല്ലാവരും നിൽക്കുമല്ലോ, അള്ളാന്റെ കോടതിയിൽ നമ്മൾ എല്ലാവരും നിൽക്കുമല്ലോ. ആ പടച്ച റബ്ബിന്റെ ഭയാനകമായ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ. ആ പരലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള് പറയും, സിറാജ് ഉസ്താദേ പ്രസവത്തിന് മരണവേദനയാ, പ്രസവത്തിന് മരണവേദന. ഞാൻ പറയും, പ്രസവത്തിന് മരണവേദനയല്ല പെങ്ങള്, മരണവേദനയുടെ ഒരു അംശമേ പ്രസവ വേദനയ്ക്കുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, നാളെ പരലോകത്തെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിലൂ അവള് പ്രസവിക്കുന്നതറിയില്ല ആയിഷ, അവള് പ്രസവിക്കുന്നത് പോലും അറിയില്ല. അത്രയും ഭയാനകമായ ദിവസം പരലോകത്തെ കുറിച്ച് നല്ലതുപോലെ പഠിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് പരലോകത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കേൾക്കുകയാ. മുത്തി നബിയുടെ വീടിനകത്തിരുന്നിട്ട് പ്രവാചകന്റെ പ്രസംഗം കേൾക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആയിഷ ബീബി കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ ആയിഷ, എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, പരലോകത്തെ കുറിച്ച് പറയുന്നത് കേട്ട് കരഞ്ഞതാണ് നബിയേ. റസൂലുള്ളാഹ് കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാ. വീടിന്റെ അകത്ത് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ആയിഷ ബീബിയുടെ കണ്ണുനീര് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തുടച്ചു കൊടുക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്,
മുത്തുനബിയേ എന്നെ വല്ലാത്ത ഇഷ്ടമാണോ നബിയേ, എന്നോട് സ്നേഹമാണോ നബിയേ? റസൂലുള്ള പറഞ്ഞു, ആയിഷ എനിക്ക് നിന്നെ ജീവനാണ് ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ ആയിഷ. കരഞ്ഞ് തളർന്ന് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുമ്പോ ആയിഷ ബീവിയെ ഇഷ്ടമാണെന്ന് പറയുമ്പോ ആയിഷ ബീവി ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ആയിഷ ബീവി ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? റസൂലുള്ള കരയാൻ തുടങ്ങി. ആയിഷ ബീവി ചോദിച്ച ചോദ്യം കേട്ടിട്ട് അള്ളാന്റെ റസൂല് കരയുകയാ. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ആയിഷ ബീവി ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, നാളെ പരലോകത്ത് കടന്നു വരുമ്പോ, അള്ളാടെ മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം കാണുമോ നബിയേ? ഈ സ്നേഹം കാണുമോ നബിയേ? ഈ ആയിഷാനെ രക്ഷപ്പെടുത്തുവോ നബിയേ? ഈ ആയിഷാനെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ നബിയേ? അള്ളാന്റെ റസൂലിനോട് പരലോകത്തെ കുറിച്ച് ചോദിക്കുകയാ. നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം, നാളെ അവിടെ വെച്ച് എന്നെ കണ്ടാ തിരിച്ചറിയുവോ? എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ റസൂലുള്ള കരയുകയാ, മുത്തുനബി കരയുകയാ. എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആയിഷ, 3 സ്ഥലമുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ പരലോകത്ത് 3 സ്ഥലങ്ങളുണ്ട്. 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിൽ ആരെങ്കിലും എത്തിക്കഴിഞ്ഞാ അവനവനല്ലാതെ ആരുമില്ല ആയിഷ. നാളെ ഞാൻ 3 സ്ഥലങ്ങളിൽ പരലോകത്ത് ചെല്ലണമല്ലോ. നിങ്ങൾ ഓരോരുത്തരും പോകണമല്ലോ. ആ 3 സ്ഥലങ്ങളിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാ നിനക്ക് നിന്റെ ജന്മം നൽകിയ വാപ്പായ്ക്ക് നിന്നെ കണ്ടാൽ അറിയില്ല. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ഉമ്മയും കണ്ടാ പരിഗണിക്കില്ല. മക്കള് മാതാപിതാക്കളെ സഹായിക്കൂല. എത്ര വലിയ ചങ്കാണെങ്കിലും എത്ര വലിയ കരടാണെങ്കിലും കണ്ട പരിചയം പോലും കാണിക്കില്ലടാ പൊന്നുമോനെ. അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും കണ്ട പരിചയം കാണിക്കാത്ത ദിവസം, ഒരാളും സഹായിക്കാറില്ലാത്ത ദിവസം, ആ 3 സ്ഥലങ്ങൾ വല്ലാത്തതാണെന്ന് മുത്തുനബി പറഞ്ഞു കൊടുക്കുമ്പോ, ഇതാണ് മോനെ പരലോകം, ഇതാണ് മോനെ പരലോകം. അള്ളാന്റെ റസൂല് പറയുകയാ. അപ്പോഴാടൊരു മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് നരകത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ടല്ലോ, സബാനിയത്തിന്റെ മലക്കുകളുണ്ടല്ലോ. ഒരു മനുഷ്യനെ ഇങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാ. നരകത്തിന്റെ അവകാശിയായ മനുഷ്യനാ. ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചിടച്ചു കൊണ്ടുപോകുമ്പോ റസൂലുള്ള പറയുകയാ, فجاءت دمعة وأحد بيده. ഈ ദുനിയാവിൽ വെച്ച് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ഈ ദുനിയാവിൽ ദുആ ചെയ്തപ്പോ കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീര് വരികയാ, ആ കണ്ണുനീര് വരികയാ. വഅഹദ ബിയദിഹി, നിന്റെ കയ്യിൽ പിടിക്കുകയാണ്, നിന്റെ കയ്യിൽ പിടിക്കുകയാ. നാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന നിന്റെ കയ്യില് ആ കണ്ണുനീര് വന്ന് പിടിച്ചിട്ട് പറയുകയാ, വാ നിന്നെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാ. അല്ലാഹുവേ, നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണ കണ്ണുനീരുണ്ടല്ലോ, നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ കണ്ണുനീര് നിന്നെ സ്വർഗത്തിൽ
സ്വർഗത്തിൽ കൊണ്ടുപോകും ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാ പോകുകയാ. പടച്ച റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാ. ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തവരല്ലേ, ഒരുപാട് പാപം ചെയ്തവരല്ലേ. എന്തിനാ ചുമക്കുന്നത്? എന്തിനാ വാപ്പാ പ്രായമായില്ലേ, മുടിയൊക്കെ നരച്ചില്ലേ, ഒരുപാട് രോഗമായില്ലേ, ഒരുപാട് മരുന്ന് കഴിക്കുന്നില്ലേ, എന്നിട്ടും നിനക്കൊന്ന് നന്നാകണമെന്ന് തോന്നാത്തതെന്തേ ഉപ്പാ? എന്റെ ചെറുപ്പക്കാരാ, നിന്റെ കൂടെ കളിച്ച് ചിരിച്ച് നടന്ന പലരും സുള്ളിപ്പള്ളിയുടെ കബറിനടിയിലല്ലേടാ. അവന്റെ മീസാങ്കല്ല് നീ കാണുന്നവനല്ലേ, യതീമായ മക്കളെ കാണുന്നില്ലേ? എന്റെ സഹോദരിമാരെ, എന്തേ മരണത്തെ കുറിച്ച് ഓർക്കാത്തതെന്ത്? പ്രസവത്തിന് മരണവേദനയാണെന്ന് പറഞ്ഞാ പോരാ, ആ മരണവേദനയെ കുറിച്ച് ചിന്തിക്കു പെങ്ങള്. ഇനിയെങ്കിലും നിനക്ക് സീരിയലൊന്ന് നിർത്തിക്കൂടെ? ഇനി നിനക്ക് സിനിമ കാണലൊന്ന് നിർത്തിക്കൂടെ? നീ ഒരു മുസ്ലിം പെണ്ണല്ലോ, നീ ഹിജാബ് ധരിക്കുന്നവളല്ലോ, മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവളല്ലോ. എങ്ങനെയാ നിനക്ക് മോഡലുകളെ പോലെ ആകാൻ കഴിയുന്നത്? എങ്ങനെയാണ് പണത്തിന് വേണ്ടി അഭിനയിക്കുന്നവരുടെ അഭിനയം കണ്ടിട്ട് കരയാൻ കഴിയുന്നത്? എങ്ങനെയാണ് പെങ്ങള്? പരിശുദ്ധമായ റജബ് മാസമല്ലേ, റജബുന് ശുഹ്റുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ മാസമെന്ന് പടച്ച റബ്ബ് പരിചയപ്പെടുത്തിയ മാസമല്ലേ, അല്ലാഹു ആദരിക്കാൻ പറഞ്ഞ മാസമല്ലേ. എന്തിനാ മോനെ റജബ് വന്നല്ലോ ദുആ ചെയ്യുന്നു? റജബുന് ശുഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ റജബ് മാസത്തില് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. റജബ് തീരാ പോകുകയാ. എന്തിനാ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്? റമളാൻ വരുന്നതിന് 2 മാസം മുമ്പേ റമളാനിന് വേണ്ടി ഒരുങ്ങാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലോ. റജബ് വിട പറയാൻ പോകുകയാ. നീ എങ്ങനെയാ ഒരുങ്ങിയത്? നീ എങ്ങനെയാ ഒരുങ്ങിയത്? എന്റെ പ്രിയപ്പെട്ടവരെ, റജബ് തീരുകയാണ്. എന്തൊരുക്കമാ വാപ്പാ നീ നടത്തിയത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പണ്ട് നിന്റെ ഉമ്മയുണ്ടല്ലോ, വീടും പരിസരവും വൃത്തിയാക്കുകയാണ്, ചെലന്തി വലയൊക്കെ അടിക്കുകയാണ്, ആവശ്യമില്ലാത്തത് മുഴുവനും എടുക്കത്തിച്ച് കത്തിച്ച് കളയുകയാ. എന്റെ ഉമ്മ കല്യാണം വല്ലതും വരുന്നുണ്ടോ? ഇല്ല മോളെ, റമളാൻ വരുന്നത് കൊണ്ട് ഉമ്മ ഒരുങ്ങുകയാ. റമളാൻ വരുന്നതിന് വേണ്ടി റമളാൻ എന്ന് പറയുന്ന അതിഥിയെ സ്വീകരിക്കാ. വീടും പരിസരം വരെ വൃത്തിയാക്കിയ ഉമ്മയുടെ മകളായ നിനക്ക് റജബ് തീരാൻ പോകുകയാ. എന്തു മാറ്റമാവുണ്ടായത്, എന്തു മാറ്റമാവുണ്ടായത്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുന്നു, സാധാരണ മാസം പോലെയല്ല റജബ്, ഇത് അല്ലാഹുവിന്റെ മാസമാടാ, ഇത് അല്ലാഹുവിന്റെ മാസമാ. ഇതിനെ ആദരിച്ചാ നീ രക്ഷപ്പെടും, ഇതിനെ ആദരിച്ചാ നീ രക്ഷപ്പെടും. അല്ലാഹു ആദരിക്കാൻ പറഞ്ഞ മാസത്തെ നീ ആദരിച്ചില്ലെങ്കിൽ, ഈ മാസത്തിൽ നീ അല്ലാഹുവിനെ മറന്ന ഒരടി കൂടുതലാ, ഒരടി കൂടുതലാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാ, ഇനിയും നിനക്ക് മണിക്കൂറുകൾ ബാക്കിയുണ്ടല്ലോ. റസൂലുള്ളാഹി നോമ്പ് പിടിച്ച മാസമല്ലേ റജബ്. ഇതുവരെ ഒരു നോമ്പെങ്കിലും പിടിച്ചോ സഹോദരാ? റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചത് റജബിലാ. നീ ഒരു നോമ്പ് പിടിച്ചിട്ടുണ്ടോ? തീരാൻ പോകുകയാ. ഇപ്പൊ ചോദിക്കുന്നത് റജബിന്റെ നോമ്പുണ്ടോ ഉസ്താദേ? ഇസ്രാഉം മിഅ്റാജിലും നോമ്പുണ്ടോ? തെളിവ് ചോദിക്കുന്ന കാലവാ. എവിടെ എത്തി നിൽക്കുന്ന സഹോദരാ, എവിടെ എത്തി നിൽക്കുന്ന സഹോദരാ? എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ, തീരാൻ പോകുകയാ, തീരാൻ പോകുകയാ. ഈ അവസാന സമയമെങ്കിലും നിനക്കൊന്ന് നന്നായിക്കൂടെ? നിനക്കൊന്ന് ദുആ ചെയ്തുകൂടെ? നിനക്കൊന്ന് കരഞ്ഞുകൂടെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്നറിയോ? കരയാനല്ലേ പറഞ്ഞത്? ദുആ ചെയ്യുമ്പോ കരയാനല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഈ സദസ്സിലിരുന്ന് കരയാൻ തീരുമാനിച്ചോ? എങ്ങനെ കരയണമെന്നറിയോ? നിലവിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഇന്നിവിടെ ഇരുന്ന് കരഞ്ഞാ, മഹാനായ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നാളെ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാ. നാളെ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ നിന്റെ കണ്ണിലെ പീലിയുണ്ടല്ലോ, ഈ കണ്ണിൽ കാണുന്ന രോമമുണ്ടല്ലോ, ഈ കൺപീലിയുണ്ടല്ലോ, ആ കൺപീലിയിലെ ഒരു രോമം അല്ലാഹുവോട് പറയുകയാ, എനിക്ക് സംസാരിക്കണമല്ലോ, എനിക്കൊരു കാര്യം പറയണമല്ലോ. അല്ലാഹു അവിടെ അവസരം കൊടുക്കുകയാ, അല്ലാഹു അവിടെ അവസരം കൊടുക്കുകയാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈ കണ്ണിലെ ഒരു രോമമുണ്ടല്ലോ, നാളെ അല്ലാഹുവോട് പറയും, പടച്ചവനെ ഈ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യനുണ്ടല്ലോ, ഒരിക്കൽ അവൻ ഇങ്ങനെ വഴുത് കേൾക്കുമ്പോ കരയുന്നതിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടപ്പോ ആ ഉസ്താദ് ദുആ ചെയ്യുമ്പോ എല്ലാവരും കരയുന്നത് കണ്ടപ്പോ ഇവന്റെ കണ്ണൊന്നു നിറഞ്ഞു നബിയേ, ഇവന്റെ കണ്ണൊന്നു നനഞ്ഞു. അല്ലാ, ഒരു രോമമേ നനഞ്ഞുള്ളൂ, ഈ കൺപീലിയിൽ ഒരേ ഒരു രോമമേ നീ കരഞ്ഞത് കൊണ്ട് നനഞ്ഞുള്ളൂ. ആ നനഞ്ഞ രോമമാണ് അല്ലാഹുവോട് പറയുന്നത്, അല്ലാ ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ, നീ കരഞ്ഞപ്പ നനഞ്ഞ രോമം, നീ കരഞ്ഞപ്പ നനഞ്ഞ രോമം, കരച്ചലൊരിക്കലുമല്ല. ഈ കണ്ണൊന്ന് നനഞ്ഞിട്ട് ഒരു രോമം നനയണമെങ്കിൽ നീ എങ്ങനെ കരഞ്ഞിട്ടുണ്ടാകുമെന്ന് ചിന്തിക്ക്. എടാ ചെറുപ്പക്കാരാ, ആ രോമം മതിയടാ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാ. നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് ആ രോമം പറയുമല്ലാ, ഇവനെ നരകത്തിലെറിയാ സമ്മതിക്കില്ല റബ്ബേ. സ്വർഗം കൊടുക്കണം പടച്ചവര്, സ്വർഗം കൊടുക്കണം പടച്ചവര്. ഇതിനെക്കാളും എന്ത് പ്രതിഫലവാ സിറാജു പറയേണ്ടത്, ഇതിനെക്കാളും എന്ത് പ്രതിഫലവാ വാപ്പാ. ഇന്ന് നന്നായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാരാ, ഇന്ന് നന്നായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാരാ. വഴുതിന് കുറവൊന്നുമില്ലല്ലോ, എല്ലാവരും മൊബൈലിന്റെ അകത്ത് വഴുത് നിറച്ചു വെച്ചിരിക്കുകയാ. ആണുങ്ങളും പെണ്ണുങ്ങളും വഴുത് പറയാൻ പഠിച്ചിരിക്കുകയല്ലേ. എന്നിട്ടും മാറ്റമില്ലെങ്കിൽ, എന്നിട്ടും നമുക്ക് മാറ്റമില്ലെങ്കിൽ പറയുന്നവനുമില്ല കേൾക്കുന്നവനുമില്ല. പണ്ടൊക്കെ വഴുത് കേൾക്കാൻ വരുന്നവര് വഴുത് കഴിഞ്ഞിറങ്ങി പോകുമ്പോ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. പടച്ചവരെ, ഇന്ന് വഴുത് കേൾക്കാമെന്നവന് തിരിച്ചു പോകുമ്പോ ചിരിച്ചുകൊണ്ടാ പോകുന്നത്. ഇന്നത്തെ വഴുതെങ്ങനെയായില്ലേ, പറയുന്നവനുമില്ല കേൾക്കുന്നവനുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വെറുതെ മടങ്ങല്ലേ, ഇന്നത്തെ ദിവസം നിസ്സാരമായി കാണല്ലേ. ഇനി ജീവിതത്തിൽ ഒരവസരം ഇതുപോലെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ചെയ്തു പോയതല്ല നിന്റെ മനസ്സിലേക്ക് ഓർമ്മ വരട്ടെ. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. വെറുതെ കിടന്ന് അല്ലാ അല്ലാ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. പറയേണ്ടതുപോലെ പറയണം, പറയേണ്ടതുപോലെ പറയണം. എന്ത് ചെയ്തോ അല്ലാഹുവോട് പറയണം. പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ. വിജനസ്ഥലം മദീനേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി.
ഇത് കണ്ട് റബ്ബിന് അലിവ് തോന്നണം. പടിവാതിലൊഴിയാ ഇതെവിടെയും നീ കരയണേ. നിന്റെ കരച്ചൽ കണ്ടിട്ട് അല്ലാഹുവിന് പോലും സങ്കടം തോന്നണം. ചെറുപ്പക്കാരാ, നീ കരയുന്നത് ചിലപ്പോ ഉമ്മാന് വിഷമമുണ്ടാക്കുകയില്ലായിരിക്കും, നീ കരഞ്ഞാ വാപ്പയ്ക്ക് വേദനിക്കില്ലായിരിക്കും. പക്ഷെ അല്ലാഹനങ്ങനെയല്ല, അല്ലാഹനങ്ങനെയല്ല. തന്റെ അടിമ കരയുന്നത് അല്ലാഹന് ഇഷ്ടമല്ല, അല്ലാഹന് വല്ലാത്ത വേദനയാ. അതുകൊണ്ട് നിന്റെ കരച്ചൽ കണ്ടിട്ട് റബ്ബിന് പോലും സങ്കടം തോന്നണം. അങ്ങനെ കരയണം. എന്നിട്ട് അല്ലാഹനോട് പറയണം, പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ. അല്ലാഹ് നിന്നെ കാലു ആരാ? അല്ലാഹ്